സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ അനുപല്ലവി. പുലർച്ചെയുള്ള 1 മണിക്കൂർ നേരത്തെ ജോഗിങ് കഴിഞ്ഞ് തിരിച്ചെത്തി കോഫി മേക്കറിൽ കാപ്പി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശ്രീനാഥിന്റെ മൊബൈൽ ബെല്ലടിച്ചത്. ഓടാൻ പോയപ്പോൾ വാങ്ങിയ പത്രത്തിന്റെ തലക്കെട്ടുകൾ വായിച്ചു നോക്കുകയായിരുന്നു രാഹുൽ. SP ഓഫീസിലെ ഒരു പോലീസുകാരനായ ആന്റണിയാണ് വിളിച്ചത്. എന്താ ആന്റണി? ശ്രീനാഥ് കോൾ എടുത്തു. ടൗണിന്റെ പല ഭാഗത്തും ഇന്ന് രാവിലെ വളരെ മോശമായൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സർ. എന്ത് പോസ്റ്റർ? സാറിനെ കുറിച്ച് അതിൽ പരാമർശമുണ്ട്. അതുകൊണ്ടാ ഞാനിപ്പോൾ വിളിച്ചത്. എന്നെക്കുറിച്ചോ? വന്നിട്ട് 1 മാസം പോലും ആയില്ലല്ലോ ആന്റണി. അതിനു മുമ്പേ എന്നെ ഹീറോ ആക്കിയോ? ചിരിച്ചുകൊണ്ട് ശ്രീനാഥ് ചോദിച്ചു. സാറല്ല ഹീറോ, പിന്നെ സബ് കളക്ടറാണ്. ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ അയക്കാം. ശരി. കോൾ കട്ട് ചെയ്തിട്ട് രാഹുലിനെ ശ്രീനാഥ് ഒന്ന് നോക്കി. ഇംഗ്ലീഷ് പത്രം നോക്കിക്കഴിഞ്ഞ് മലയാള പത്രം നിവർത്തുകയായിരുന്നു അയാൾ. രാഹുൽ, തനിക്കെന്തോ പണി വരുന്നുണ്ട്, നാട്ടുകാരുടെ വക. വല്ലവരെയും വെറുപ്പിച്ചിട്ടുണ്ടോ ഇവിടെ വന്ന ശേഷം? ഞാനോ? ഹേ, തനിക്കറിയാമല്ലോ, ആരെയും മുഷിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറുമില്ല, പെരുമാറാറുമില്ല. താൻ എന്താ ഉദ്ദേശിച്ചത്? ഉത്കണ്ഠയോടെ രാഹുൽ അയാളെ നോക്കി. 1 മിനിറ്റ്, ഇപ്പോ പറയാം. ശ്രീനാഥിന്റെ മൊബൈലിൽ അപ്പോൾ ആന്റണിയുടെ മെസ്സേജ് വന്നു. അയാൾ വാട്സപ്പ് തുറന്നു നോക്കിയപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ അത് കണ്ടു. ഫോട്ടോ സൂം ചെയ്ത് വലുതാക്കി വായിച്ചു നോക്കിയപ്പോൾ അറിയാതെ അയാൾ കല്ലുകൾ ഞെരിച്ചു. ഏതോ തെമ്മാടികൾ. എന്താ ശ്രീനാഥ്? ആരാ? നമ്മൾ രണ്ടുപേരെയും ആരാണെന്നറിയാൻ ചെയ്യിച്ചത്? കാര്യം പറയടോ. അക്ഷമയോടെ രാഹുൽ പറഞ്ഞു. തനിക്ക് ഇത്തിരി വിഷമമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. ഞാനത് കാണിക്കാം. ടൗണിൽ പല സ്ഥലത്തും ആരോ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. വാട്സപ്പിലെ ഫോട്ടോ അയാൾ രാഹുലിനെ കാണിച്ചു. രാഹുലിന്റെ മുഖം വിളറി വെളുത്തു. ഛേ, എന്തൊരു വൃത്തികേട്! ആരാണിത്? ആരായിരിക്കും എന്ന് തനിക്ക് മനസ്സിലായില്ലേ? നമ്മുടെ വീര്യം കെടുത്താനുള്ള ഒരു പ്രയോഗം. അത് കാര്യമാക്കാനില്ല, ശ്രീനാഥ് അയാളെ സമാധാനിപ്പിച്ചു. എന്നാലും അതല്ലല്ലോ, എത്രയോ പേർ കണ്ടു കാണും. അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും? അനുരാഗും പല്ലവിയും ഇത് കാണുമ്പോൾ. അപ്പോഴാണ് ശ്രീനാഥിനൊരു സംശയം തോന്നിയത്. നമ്മളെയല്ലേ ലക്ഷ്യമിട്ടത്? നമ്മുടെ മതിലിലും കാണും. അയാൾ പുറത്തേക്കിറങ്ങി ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ചെന്നു നോക്കി. പ്രതീക്ഷ തെറ്റിയില്ല. ഗേറ്റിന്റെ ഇടതുവശത്തെ മതിലിൽ അതേ പോസ്റ്റർ ഉണ്ടായിരുന്നു. ഏതോ DDP സെന്ററിൽ ചെന്ന് പോസ്റ്റർ തയ്യാറാക്കി വലിയ പേപ്പറിൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തതാണ്. 200 300 കോപ്പി എടുക്കാൻ എളുപ്പമാണല്ലോ. തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ രാഹുൽ നിൽക്കുന്നു, കണ്ണുകൾ പോസ്റ്ററിൽ. ശ്രീനാഥ് ഉടൻ തന്നെ അത് വലിച്ചു കീറി പല കഷ്ണങ്ങളാക്കി എറിഞ്ഞു കളഞ്ഞു. ഛേ, എത്രയോ പേർ ഇത് കണ്ടു കാണും. കുറെ പേരെങ്കിലും സംശയിക്കും, മനസ്സിൽ ചിരിക്കും. കാണുമ്പോൾ പരിഹസിച്ച് രാഹുൽ വിഷണ്ണനായി പറഞ്ഞു. ഡോണ്ട് വറി രാഹുൽ, ഔദ്യോഗിക ജീവിതത്തിൽ ഇത് മാത്രമല്ല, മഞ്ഞപത്രത്തിൽ വാർത്തയും വന്നെന്ന് വരും. ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തളരാൻ പാടില്ല. കാരണം നമ്മളെ തളർത്താനും പിന്തിരിപ്പിക്കാനും ഉദ്ദേശിച്ച് ചെയ്ത പണിയാണത്. ശ്രീനാഥ് പറഞ്ഞു. സംഭവിച്ചത് സംഭവിച്ചു. നമുക്കിനി ചെയ്യാവുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കൂടുതൽ ആളുകൾ കാണും മുമ്പ് അതൊക്കെ നീക്കം ചെയ്യിക്കണം. ശ്രീനാഥ് അപ്പോൾ തന്നെ ആന്റണിയെ വിളിച്ചു. ആന്റണി, എത്രയും വേഗം ടൗൺ മുഴുവൻ ഒന്ന് കറങ്ങണം. സകല പോസ്റ്റേഴ്സും നീക്കണം. അതിനു മുമ്പ് ഓരോന്നിന്റെയും ഫോട്ടോ എടുക്കണം. എവിടെയൊക്കെയാണ് അത് ഒട്ടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. ശരി സർ. സഹായത്തിന് ആരെയെങ്കിലും വിളിച്ചോ? യൂണിഫോമിൽ വേണ്ട, മഫ്തിയിൽ മതി. അല്ലെങ്കിൽ പലരും അത് കൂടുതൽ ശ്രദ്ധിക്കും. ശരി സാർ. അപ്പോഴാണ് രാഹുലിനെ അനുരാഗ് വിളിച്ചത്. കോൾ എടുക്കും മുമ്പേ അയാൾ കാരണം ഊഹിച്ചു. എന്താ അനുരാഗ്? സാർ, ഒരു വാർത്ത അറിയിക്കാനാണ്. തളർച്ച മട്ടിലാണ് അവൻ പറഞ്ഞത്. എന്താണ്? നമ്മുടെ വീടിന്റെ മതിൽ ആരോ ഇന്നലെ രാത്രിയിൽ ഒരു പോസ്റ്റർ ആരോ വന്ന് ഒട്ടിച്ചു അല്ലേ? അതെ. സാർ എങ്ങനെ അറിഞ്ഞു? അവിടെ മാത്രമല്ല, ടൗണിന്റെ പല ഭാഗത്തും അത് ഒട്ടിച്ചിട്ടുണ്ട്. എന്റെ ഈശ്വര, വിശ്വസിക്കാനാവാതെ അവൻ വിളിച്ചു. അതൊക്കെ നീക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പല്ലവി കരച്ചിലോട് കരച്ചിൽ. അമ്മ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അറിയാതിരിക്കട്ടെ. എന്തായാലും ആരാണത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. രാഹുൽ പറഞ്ഞു. നമുക്കറിയാമല്ലോ ഇതാരാണ് ചെയ്യിച്ചതെന്ന്. എന്നാലും ഊഹം മാത്രം പോരല്ലോ, തെളിവ് സഹിതം കണ്ടുപിടിക്കണം. പല്ലവിയോട് പറഞ്ഞേക്ക് ധൈര്യമായിട്ടിരിക്കാൻ. പറയാം. അല്പനേരം കഴിഞ്ഞപ്പോൾ ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീനാഥിനെ വിളിച്ചു. മേലുദ്യോഗസ്ഥനാണ്. അദ്ദേഹം സംഭവം അറിഞ്ഞിട്ട് വിളിക്കുന്നതാണെന്ന്
ശ്രീനാഥിന് മനസ്സിലായി. ഗുഡ് മോർണിംഗ് സർ. താനിപ്പം എവിടാ? വീട്ടിലാണ് സർ. എന്തൊക്കെയാടോ ഈ കേൾക്കണത്? ഡിപ്പാർട്ട്മെന്റിന് നാണക്കേട് വരുത്തി വെച്ചിട്ടേ താൻ അടങ്ങുമല്ലേ? ചൂടിലായിരുന്നു SP. കേട്ടതിലൊന്നും ഒരു വാസ്തവുമില്ല സർ. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഓഫീസിൽ വന്ന് നേരിട്ട് പറയാം. ഒരു ബ്ലാക്ക്മെയിൽ കേസ് വന്നപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിക്കാൻ ആരംഭിച്ചു. അതിന്റെ പകപോക്കലാണ്. കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ ഇതുപോലുള്ള സ്കാൻഡൽസ് ഉണ്ടാവാതെ നോക്കുന്നതാണ് തന്റെ കരിയറിന് നല്ലത്. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശരി സാർ. കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ രാഹുലിനെ നോക്കി. എന്റെ സാറാണ് വിളിച്ചത്. രാവിലെ ഒരു ഡോസ് കിട്ടി. എന്റെ സാറും അറിയും. എന്തു പറയും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കുമോ? രാഹുൽ ചോദിച്ചു. തീയില്ലാതെ പുകയുണ്ടാവുമോ എന്നേ ആളുകൾ വിചാരിക്കൂ. സാരമില്ല. ഇത്രയും ആയ സ്ഥിതിക്ക് ഇനി പിൻവലിയുന്ന പ്രശ്നമില്ല. അനുരാഗിന്റെയും പല്ലവിയുടെയും ഒപ്പം നമ്മളുണ്ട്, ശ്രീനാഥ് പറഞ്ഞു. അതെ, തോറ്റുമടങ്ങാൻ പാടില്ല. ശ്രീനാഥും രാഹുലും പരസ്പരം കൈപിടിച്ചു കുലുക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായപ്പോൾ ഗായത്രി ദേവി ഡൈനിങ് റൂമിലേക്ക് വന്നു. ചൂടുപോകാതെ എല്ലാം കാസറോളിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സുമിത്ര. കസേര നീക്കിയിട്ട് ഗായത്രി ദേവി ഇരുന്നു. അനുരാഗും പല്ലവിയും കഴിച്ചിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. രണ്ടുപേർക്കും കഴിക്കാനുള്ള പ്ലേറ്റുകൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സുമിത്രേ, ഗായത്രി ദേവി വിളിച്ചു. ചേച്ചി. അവൾ കിച്ചണിൽ നിന്ന് വേഗം വന്നു. മിട്ടുവും പല്ലവിയും വന്നില്ലല്ലോ. ചെന്ന് വിളിക്ക്. വേഗം വരാൻ പറ. മണി 9 ആയല്ലോ. വിളിക്കാൻ ചേച്ചി. സുമിത്ര സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ചെന്നു. അനുരാഗിന്റെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അവരെ വിളിക്കാൻ സുമിത്രയ്ക്ക് മടി തോന്നാതിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് അധിക നാളുകളായിട്ടില്ല. പുതുമോടിയാണ്. അവർ ഉറങ്ങുകയാവണമെന്നില്ല. എങ്കിലും ദേവിയേട്ടത്തി വിളിക്കാൻ പറഞ്ഞാൽ വിളിച്ചേ പറ്റൂ. അവൾ വാതിലിൽ മൃദുവായി മുട്ടി. എന്നിട്ട് അനുരാഗിനെ വിളിച്ചു. മിട്ടുമോനെ. എന്താ ആന്റി? അനുരാഗ് ഉള്ളിൽ നിന്ന് വിളി കേട്ടു. അമ്മ വിളിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അമ്മ കഴിക്കാൻ പറയൂ. ഞങ്ങൾ വരാൻ 10 മിനിറ്റ് കഴിയും, അവൻ പറഞ്ഞു. ശരി മോനെ. സുമിത്ര താഴേക്ക് പോയി. അപ്പോഴും കിടക്കുകയായിരുന്നു പല്ലവി. കണ്ണുകൾ തോർന്നിരുന്നില്ല. കവിളുകളിൽ കണ്ണീർ ഒഴുകിയുണങ്ങിയ പാടുകൾ ഉണ്ടായിരുന്നു. അനുരാഗ് കിടക്കയിലിരുന്ന് അവളുടെ കൈ എടുത്തു പിടിച്ച് തലോടുകയായിരുന്നു. എഴുന്നേറ്റ് വാ പല്ലവി, നമുക്ക് ചെന്ന് എന്തെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ അമ്മ കയറി വരും വിളിക്കാൻ. അനു പോയി കഴിക്ക്. ഞാൻ വരുന്നില്ല, അവൾ പറഞ്ഞു. എന്താ വരാൻ വയ്യാത്തത്? എനിക്ക് ഒട്ടും വിശപ്പ് തോന്നുന്നില്ല. പിന്നെ എങ്ങനെയാ കഴിക്കുന്നത്? വിശപ്പില്ലെങ്കിൽ നമുക്ക് അല്പം എന്തെങ്കിലും കഴിക്കാൻ പറ്റും. നീ ഇങ്ങനെ വിഷമിച്ച് കിടക്കേണ്ട ഒരു കാര്യവുമില്ല. രാഹുലും പറഞ്ഞത് അതാണ്. എന്നെക്കുറിച്ച് ആര് എന്തു വേണമെങ്കിലും കഥ ഉണ്ടാക്കി പറഞ്ഞോട്ടെ, എനിക്കത് സഹിക്കാൻ പറ്റും. പക്ഷേ ഞാൻ കാരണം നിരപരാധിയായ രാഹുലേട്ടൻ. അവൾ വീണ്ടും കരഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും വിചാരിച്ചതല്ലല്ലോ. അയാൾ ഇത്ര ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ ചെന്നായിയാണല്ലോ ഇത്രയും കാലം ഞാൻ അങ്കിൾ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ നടന്നത്. അനുരാഗ് ഖേദിച്ചു. ഇനി അയാളെ എത്രയും വേഗം കമ്പനിയിൽ നിന്ന് പുറത്താക്കണം. അനു, ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കരുത്. പണാപഹരണം നടത്തുന്നത് പോലെയല്ല വ്യക്തിഹത്യ ചെയ്യുന്നത്. ക്ഷമിക്കാൻ പറ്റില്ല, അവൾ പറഞ്ഞു. എന്തിനും പരിഹാരമുണ്ടാക്കാം. നീ ഒന്ന് എഴുന്നേറ്റ് വാ പല്ലവി. അവന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവൾ എഴുന്നേറ്റു. മുഖം കഴുകി മുടിയൊക്കെ ചീകി വെച്ചിട്ട് താഴേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ നിന്നെ കണ്ടാൽ സംശയിക്കും, അവൻ പറഞ്ഞു. അവൻ പറഞ്ഞതെല്ലാം അവൾ അനുസരിച്ചു. അതിനുശേഷമാണ് താഴേക്ക് ഇറങ്ങിച്ചെന്നത്. അപ്പോൾ സ്വീകരണ മുറിയിൽ ഗായത്രി ദേവി ഉണ്ടായിരുന്നു. ഇവിടെ വാ മോളെ, അവളെ കണ്ട് അവർ വിളിച്ചു. ഗായത്രി ദേവിയുടെ അടുത്തേക്ക് അവൾ ചെന്നു. കണ്ടിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? എന്താ മോൾ എഴുന്നേൽക്കാൻ വൈകിയേ? അവർ ചോദിച്ചു. ഒന്നുമില്ലമ്മേ, നേരത്തെ ഉണർന്നതാ, വെറുതെ കിടന്നേയുള്ളൂ. കണ്ടിട്ട് നല്ല ക്ഷീണമുണ്ടല്ലോ. ഇന്നലെ ഉറങ്ങാൻ കുറച്ച് വൈകി, കാരണമായി അവൾ പറഞ്ഞു. അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് അടുത്ത നിമിഷം അവൾക്ക് തോന്നുകയും ചെയ്തു. അമ്മ അതിന് വേറെ അർത്ഥം കണ്ടല്ലോ. ഗായത്രി ദേവി ഒന്ന് പുഞ്ചിരിച്ചു. എന്നോട് പറയാൻ നാണിക്കുകയൊന്നും വേണ്ട. എന്തെങ്കിലും വിശേഷമോ മറ്റോ ആയോ? ഇല്ലമ്മേ, വിളറിയ മുഖത്തോടെ പെട്ടെന്ന് അവൾ പറഞ്ഞു. വാഷ് ബേസിന്റെ അടുത്ത് ചെന്ന് കൈ കഴുകുകയായിരുന്നു അനുരാഗ്. അത് കാരണം അവൻ ആ ചോദ്യവും ഉത്തരവും കേട്ടില്ല. അമ്മയ്ക്ക് കൊതിയായി. അതുകൊണ്ട് രണ്ടുപേരും അത് മനസ്സിൽ ഓർമ്മ വെക്കണം. കുറേ നാൾ ഫ്രീയായി നടക്കണം എന്ന ചിന്ത തൽക്കാലം വേണ്ട കേട്ടോ. അവൾ ദുർബലമായി തലകുലുക്കി. അനുരാഗും പല്ലവിയും കഴിക്കാനിരുന്നു. ഗായത്രി ദേവി വാത്സല്യത്തോടെ രണ്ടുപേർക്കും വിളമ്പിക്കൊടുത്തു.
വിശപ്പില്ലായിരുന്നെങ്കിലും അമ്മയുടെ സ്നേഹത്തിന് മുൻപിൽ അവൾക്ക് കഴിക്കേണ്ടി വന്നു. രാഹുലിനെ കുറിച്ചുള്ള ചിന്തയാണ് പല്ലവിയെ അലട്ടിക്കൊണ്ടിരുന്നത്. പോസ്റ്റർ സംഭവം രാഹുലേട്ടനെ ഞെട്ടിച്ചു കാണും. ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെടേണ്ടി വന്നതിൽ ദുഃഖവും ദേഷ്യവും കാണും. രാഹുലിനോടൊന്ന് സംസാരിക്കാൻ അവൾക്ക് അതിയായ മോഹം തോന്നി. വലിയ തിരക്കുള്ള ആളാണ്. ഒന്നാമതേ കോപിച്ചിരിക്കുകയായിരിക്കും. അതിനിടെ താൻ ശല്യപ്പെടുത്താൻ ചെന്നാൽ ക്ഷമ നശിച്ച അവൾ അനുരാഗിന്റെ അടുത്തേക്ക് ചെന്നു. അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് അവന് തോന്നി. അനു, എനിക്ക് രാഹുലേട്ടനോട് ഒന്ന് സംസാരിക്കണം, അവൾ പറഞ്ഞു. അതിനെന്താ, നീ വിളിക്ക്. പേടിയാണ്. അനു ഒന്ന് വിളിച്ചു തരാമോ? വിളിക്കാം, പക്ഷേ സംസാരിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ലെങ്കിൽ എങ്കിൽ വേണ്ട, അവൾ പറഞ്ഞു. പക്ഷേ അവൻ രാഹുലിന് ഒരു മെസ്സേജ് അയച്ചു. പ്ലീസ് കോൾ വെൻ യു ആർ ഫ്രീ. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാഹുൽ വിളിച്ചു. എന്താ അനുരാഗ്? പല്ലവിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയായിരുന്നു. അവൾക്ക് ഞാനൊന്ന് ഫോൺ കൊടുക്കട്ടെ? സമയമുണ്ടാവുമോ? കൊടുക്കൂ. ഫോൺ അയാൾ പല്ലവിക്ക് കൈമാറി. രാഹുലേട്ടാ, എന്നോട് ക്ഷമിക്കണേ. ഞാൻ കാരണമല്ലേ രാഹുലേട്ടൻ പേരുദോഷം കേൾക്കേണ്ടി വന്നത്. കരച്ചിലടക്കി അവൾ പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും തോന്നിയാസം മതിലിൽ എഴുതി ഒട്ടിച്ചാൽ അത് പേരുദോഷമാകുന്നതെങ്ങനെ? അതേക്കുറിച്ചോർത്ത് പല്ലവി വിഷമിക്കണ്ട. ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഞങ്ങളെ സഹായിക്കാൻ വന്നതാണ് രാഹുലേട്ടന് വിനയായത്. അല്ലെങ്കിൽ മാനം മര്യാദയ്ക്ക് ജീവിക്കാമായിരുന്നല്ലോ. അങ്ങനെയല്ല പല്ലവി, ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നതും ശ്രീനാഥിനെ ഇങ്ങോട്ട് വരുത്തിച്ചതും ചില നിമിത്തങ്ങളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒട്ടും ഖേദമില്ല ഞങ്ങൾക്ക്. സ്വന്തം ജീവിതം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടാവുന്നുണ്ടെങ്കിൽ അതുമാത്രമാണ് പ്രധാനം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. നന്ദി രാഹുലേട്ടാ. ഞങ്ങൾ ഈ സംഭവം സീരിയസ് ആയി എടുത്തിരിക്കുകയാണ്. ഇത് ആരാണ് ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ. അറിയാം. പക്ഷേ തെളിവില്ലെങ്കിൽ അത് വെറും ഒരു ആരോപണം മാത്രമായി പോയി. ശ്രീനാഥ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ സമയം കിട്ടുമ്പോൾ ഞാൻ വിളിക്കാം. താങ്ക്സ് രാഹുലേട്ടാ. അവൾ മൊബൈൽ അനുരാഗിന് തിരിച്ചു കൊടുത്തു. സമാധാനമായോ? അവൻ ചോദിച്ചു. അവൾ മെല്ലെ തലകുലുക്കി. ആന്റണിയും ഗിരീഷും വന്നപ്പോൾ ഉച്ചയായി. അവർ യൂണിഫോമിൽ വന്നു. ശ്രീനാഥിന്റെ മുമ്പിൽ സല്യൂട്ട് അടിച്ചു നിന്നു. എന്തായി കാര്യങ്ങൾ? അയാൾ തിരക്കി. മൊത്തം 124 പോസ്റ്ററുകൾ ഞങ്ങൾ കണ്ടുപിടിച്ചു സർ. സകലതും ഇളക്കിയെടുത്ത് നശിപ്പിച്ചിട്ടുണ്ട്, ആന്റണി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ വ്യാപകമായിട്ട് തന്നെയാണ്. ചിലതൊക്കെ ആരോ കീറിക്കളഞ്ഞിട്ടുമുണ്ട്. മതിലിന്റെ ഉടമസ്ഥർ തന്നെയാവാനാണ് സാധ്യത. എല്ലാം ഫോട്ടോ എടുത്തിട്ടില്ലേ? ഉണ്ട് സാർ. ആന്റണി മൊബൈൽ എടുത്ത് ഫോട്ടോകൾ ശ്രീനാഥിനെ കാണിച്ചു. അയാൾ ഓരോന്നായി അതെല്ലാം പരിശോധിച്ചു. പട്ടണത്തിന്റെ കണ്ണായ ഭാഗത്തൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ അതെല്ലാം കണ്ടു കാണും. ഇതിൽ കുറേ ഭാഗത്ത് CCTV ക്യാമറ കാണുമല്ലോ അല്ലേ? ശ്രീനാഥ് ചോദിച്ചു. ഉണ്ട് സാർ. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ, ബോട്ട് ജെട്ടി, കോടതി വളപ്പ്, അവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഗിരീഷാണ് പറഞ്ഞത്. ആരാണ് ഇത് ചെയ്തതെന്ന് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവണം. അത് എത്രയും വേഗം രണ്ടുപേരും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ശരി സാർ. എന്തെങ്കിലും തടസ്സമുണ്ടായാൽ എന്നെ അറിയിക്കണം. ശരി സാർ. ആന്റണിയും ഗിരീഷും പോയി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആന്റണിയുടെ വിളി വന്നു. 4-5 ക്യാമറയിൽ സംഭവം പതിഞ്ഞിട്ടുണ്ട് സാർ. മുഖംമൂടിയിട്ട് 2 പേരാണ് സ്കൂട്ടറിൽ വന്ന് ഒട്ടിച്ചിരിക്കുന്നത്. ഓ, അപ്പോൾ വളരെ ബുദ്ധിപൂർവമാണ്. ശ്രീനാഥിന് ചെറിയ നിരാശ തോന്നി. പാൻസും ഷർട്ടുമാണ് വേഷം. മുഖം ഒട്ടും കാണാൻ വയ്യ. സ്കൂട്ടർ കാണാൻ പറ്റുന്നുണ്ടോ എല്ലായിടത്തും? ഉണ്ട് സാർ. വെള്ള ഹോണ്ടയാണ്. നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ബോട്ട് ജെട്ടിയിലാണ് സർ. ഇതിനടുത്തുള്ള ജ്വല്ലറി ഷോപ്പിന്റെ വെളിയിലുള്ള ക്യാമറയിലാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂട്ടറിന്റെ നമ്പർ വ്യക്തമാണോ? ശ്രീനാഥ് ചോദിച്ചു. ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം സർ. ആകാംക്ഷയോടെ ശ്രീനാഥ് കാത്തിരുന്നു. സ്കൂട്ടറിന്റെ നമ്പർ കിട്ടിയാൽ രക്ഷപ്പെട്ടു. പക്ഷേ രാത്രി നേരത്തെ വെളിച്ചക്കുറവ് കാണും. നമ്പർ പ്ലേറ്റ് കിട്ടിയാലും അക്കങ്ങൾ വ്യക്തമാകണമെന്നില്ല. ഉടൻ തന്നെ ആന്റണിയുടെ വിളി വന്നു. കിട്ടി സർ. 4024. ക്ലിയറായി കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ട് സർ. എങ്കിൽ മുഴുവൻ നമ്പറും പറയൂ. ആന്റണി പറഞ്ഞു കൊടുത്തത് ശ്രീനാഥ് എഴുതിയെടുത്തു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ ചെന്ന് വണ്ടിയുടെ ഉടമ ആരാണെന്നറിയാൻ വണ്ടിയുടെ നമ്പർ വെച്ച് അയാൾ സെർച്ച് ചെയ്തു. രഘുനന്ദനൻ, ചുള്ളിക്കൽ ഹൗസ്, പഴവീട്, ആലപ്പുഴ. ഉടമയുടെ മേൽവിലാസം കിട്ടി. ഉടൻ തന്നെ ആന്റണിയെ വിളിച്ച് ശ്രീനാഥ് ആ അഡ്രസ് കൊടുത്തു. ഇവൻ ആരാണെന്ന് അന്വേഷിച്ച് ഉടൻ വിവരം അറിയിക്കണം. ശരി സാർ. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആന്റണിയുടെ വിളി വന്നു. അനുരാഗ് ഹോട്ടലിലെ വെയിറ്ററാണ് സർ രഘുനന്ദൻ. വീട്ടിൽ പോയാണോ തിരക്കിയത്?
അല്ല സർ, വീട്ടിൽ ചെന്നാൽ അവൻ വിവരം അറിയില്ലേ? മുങ്ങിയാലോ? എൻ്റെ ഒരു ഫ്രണ്ടിനെ വിട്ട് വേറെ സോഴ്സിൽ നിന്ന് അറിഞ്ഞതാണ്. വെരി ഗുഡ് ആന്റണി, മിടുക്കനാണ് താൻ. ഇനി ഇങ്ങ് പോര്, നമുക്ക് ഹോട്ടലിൽ ചെന്ന് അവനെ പൊക്കണം. താങ്ക് യു സർ. SI ജയരാജ് ഒന്നും അറിയാൻ പാടില്ലെന്ന് ശ്രീനാഥിന് നിർബന്ധമുണ്ടായിരുന്നു. അയാൾ സർക്കിൾ ഇൻസ്പെക്ടർ സോമരാജനെ വിട്ട് ഹോട്ടലിൽ നിന്ന് രഘുനന്ദനെ കസ്റ്റഡിയിലെടുത്തു. CI അയാളെ ശ്രീനാഥിന്റെ മുമ്പിൽ ഹാജരാക്കി. വെളുത്തു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. ശ്രീനാഥ് അയാളുടെ മുഖത്തേക്കൊന്ന് തറപ്പിച്ചു നോക്കി. കണ്ണുകളിലെ ഭയം അയാൾ കണ്ടു. അധികം കഷ്ടപ്പെടേണ്ടി വരില്ലെന്ന് ശ്രീനാഥിന് മനസ്സിലായി. എത്ര പോസ്റ്റർ ഉണ്ടായിരുന്നു മൊത്തം? ആദ്യത്തെ ചോദ്യം അതായിരുന്നു. 150. എവിടെയാണ് അത് തയ്യാറാക്കിയത്? അജിത ഡിജിറ്റൽ സെന്ററിൽ. ആരാ തന്നെ അവിടേക്ക് പറഞ്ഞു വിട്ടത്? മദനഗോപാലൻ സർ. RK അസോസിയേറ്റ്സിലെ മാനേജർ അല്ലേ അയാൾ? അതെ. അയാളാണോ അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്? അല്ല, ഗോപി സാർ പറഞ്ഞിട്ടാണെന്നാ പറഞ്ഞത്. ആന്റണി എല്ലാം ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. കൊണ്ടുപോയിക്കോ ഇയാളെ, ശ്രീനാഥ് പറഞ്ഞു. CI സോമരാജൻ അയാളെയും കൊണ്ട് തിരിച്ചുപോയി. ഉടൻ തന്നെ രാഹുലിനെ ശ്രീനാഥ് വിളിച്ചു. തെളിവ് കിട്ടിയടോ? നടന്നതെല്ലാം അയാൾ രാഹുലിനോട് പറഞ്ഞു. അപ്പോൾ ഇനി അനുരാഗിനെ വിളിക്കാമല്ലേ? അതെ. താങ്ക്സ് ശ്രീനാഥ്. കോൾ കട്ട് ചെയ്തിട്ട് അയാൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. അനുരാഗ് പറഞ്ഞത് കേട്ട് ഗായത്രി ദേവി സ്തംഭിച്ചിരുന്നു. അമ്മയും ഒന്നും അറിയിക്കാതിരുന്നതാണ് ഞങ്ങൾ. എല്ലാം അറിഞ്ഞിട്ട് മതിയെന്ന് വെച്ചു. പല്ലവി കൂട്ടിച്ചേർത്തു. എന്നാലും അവൻ നമ്മളോട് ഈ ചതി ചെയ്തല്ലോ മക്കളെ. പണം വേണമെങ്കിൽ എത്ര വേണമെങ്കിലും എടുത്തോട്ടെ, പക്ഷേ ഇങ്ങനെ അപമാനിക്കാമോ നമ്മളെ? ക്ഷോഭത്തോടെ ഗായത്രി ദേവി ചോദിച്ചു. രാഹുലിനെയും ശ്രീനാഥിനെയും വെറുതെ വിട്ടില്ല അയാൾ. അതാണ് എനിക്ക് സങ്കടം, അനുരാഗ് പറഞ്ഞു. ഇനി ഒട്ടും വൈകിക്കണ്ട, അവനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം, രോഷത്തോടെ ഗായത്രി ദേവി പറഞ്ഞു. അതത്ര എളുപ്പമാകുമോ അമ്മേ? പല്ലവി ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അവന് പോകാതിരിക്കാൻ പറ്റത്തില്ല മോളെ. മാറ്റിയൊടുക്കുവാൻ ഒരു മുണ്ടും ഷർട്ടും പോലും ഇല്ലാതെ അവൻ വീട്ടുമുറ്റത്ത് വന്നു നിന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ രാത്രി മുഴുവൻ അവർ 3 പേരും കൂടി ആലോചിച്ചു. ഒടുവിൽ നേരിട്ട് ചെന്ന് സംസാരിക്കാൻ തന്നെ തീരുമാനമെടുത്തു. പിറ്റേന്ന് 11 മണിയായപ്പോൾ ഗായത്രി ദേവിയും അനുരാഗും പല്ലവിയും കൂടി RK അസോസിയേറ്റ്സിന്റെ ഹെഡ് ഓഫീസ് മന്ദിരത്തിലേക്ക് ചെന്നു. മുൻവശത്ത് കാർ ചെന്നപ്പോൾ തന്നെ ഗോപിനാഥ് അയാളുടെ മുറിയിലിരുന്നു കൊണ്ട് CCTV ക്യാമറയിലൂടെ ആ കാഴ്ച കണ്ടു. അയാൾ ചുണ്ടുകളൊന്നു കടിച്ചു പിടിച്ചു. അനുവാദം ചോദിക്കാതെ തന്നെ ഗായത്രി ദേവിയും അനുരാഗും പല്ലവിയും കൂടി അയാളുടെ രാജകീയമായി അലങ്കരിച്ച ഓഫീസ് മുറിയിലേക്ക് കയറി ചെന്നു. റിവോൾവിംഗ് ചെയറിൽ നിന്ന് ഗോപിനാഥ് പെട്ടെന്ന് ആദരവോടെ എഴുന്നേറ്റു. അയ്യോ, ഇതാരൊക്കെയാണ്? എന്താ ദേവിയേട്ടത്തി ഒരു മുന്നറിയിപ്പുമില്ലാതെ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അതായിരുന്നല്ലോ പതിവ്. പതിവുകൾ തെറ്റിക്കാൻ തന്നെ വന്നതാണ് ഗോപി ഞങ്ങൾ, ഗായത്രി ദേവി പറഞ്ഞു. പെട്ടെന്ന് അയാളുടെ മുഖത്തെ ചിരി മാഞ്ഞു. എതിരാളികളെപ്പോലെ ഗായത്രി ദേവിയും ഗോപിനാഥും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് ഗോപിനാഥ് മുഖത്ത് പ്രസന്നത വീണ്ടെടുത്തു. ദേവിയേട്ടത്തി ഇങ്ങോട്ടിരിക്കൂ. ഇത് ദേവിയേട്ടത്തിയുടെ കസേരയാണ്, ഞാൻ വെറും പകരക്കാരൻ. അയാൾ ഗായത്രി ദേവിയെ റിവോൾവിംഗ് ചെയറിൽ ഇരിക്കാൻ ക്ഷണിച്ചു. അതെന്റെ കസേരയാണെന്ന് ഗോപി സമ്മതിച്ചല്ലോ. അത് മതി, നീ ഇരിക്ക്. ഞങ്ങൾ വന്നത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ്, ഗായത്രി ദേവി പറഞ്ഞു. ഗോപിനാഥിന്റെ മുഖത്ത് പെട്ടെന്ന് ഗൗരവഭാവം നിറഞ്ഞു. അയാൾ മെല്ലെ കസേരയിലേക്കിരുന്നു. ഞങ്ങൾ എന്തിനാ വന്നിരിക്കുന്നതെന്ന് ഗോപിക്ക് അറിയാമോ? ഗായത്രി ദേവി ചോദിച്ചു. എന്തോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് ദേവിയേട്ടത്തി തന്നെ പറഞ്ഞല്ലോ. എങ്ങും തൊടാതെ അയാൾ ഒഴിഞ്ഞു മാറി. ഊഹിക്കാൻ പോലും കഴിയുന്നില്ലേ? കാടിലും പടർപ്പിലും തല്ലാതെ ദേവിയേട്ടത്തി കാര്യത്തിലേക്ക് കടക്കൂ. ശരി, പറയാം. RK അസോസിയേറ്റ്സ് എന്ന ഈ ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമ ആരാണ്? എന്താ ഏട്ടത്തി കുട്ടികളോട് ചോദിക്കുന്നത് പോലെ? ദേവിയേട്ടത്തിയാണ് ഉടമ. ഗോപി ആരാ ഇവിടുത്തെ ജനറൽ മാനേജർ. എന്താണ് ഗോപിയുടെ ചുമതലകൾ? RK അസോസിയേറ്റ്സിന്റെ മൊത്തത്തിലുള്ള നടത്തിപ്പ്. എന്നുവെച്ചാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ പല സംരംഭങ്ങളുണ്ടല്ലോ. സിനിമ തിയേറ്റർ, ഹോട്ടൽ, ടെക്സ്റ്റൈൽ ഷോപ്പ്, ബസ് സർവീസ്, അങ്ങനെ പലതും. RK അസോസിയേറ്റ്സിന്റെ ഉടമയായ എന്നോടും എൻ്റെ കുടുംബത്തോടും കൂറും വിശ്വസ്തതയും ഉണ്ടാവേണ്ടതല്ലേ ഗോപി ഉൾപ്പെടെയുള്ള സകല സ്റ്റാഫിനും? അതെ, ഗോപി ഉൾപ്പെടെ പലരിൽ നിന്നും അത് കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഗോപി അത് നിഷേധിക്കുമോ? ഗോപിനാഥിന്റെ മറുപടികൾ കേൾക്കാൻ ആകാംക്ഷയോടെ നിശബ്ദരായി കാത്തിരിക്കുകയായിരുന്നു പല്ലവിയും അനുരാഗും. ഗായത്രി ദേവിയുടെ ചോദ്യങ്ങളും ഗോപിനാഥിന്റെ ഉത്തരങ്ങളും പല്ലവി മടിയിൽ വെച്ചിരുന്ന മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു.
മനുഷ്യരല്ലേ ഏട്ടത്തി, നല്ലവരും കാണും ചീത്തയാളുകളും കാണും. സ്റ്റാഫിൽ ചിലർ വിശ്വസ്തരല്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവരെ നീക്കം ചെയ്തിട്ടുമുണ്ട്. ഇത്രയും ആമുഖ ചോദ്യങ്ങൾ മാത്രമായിരുന്നു. ഇനിയാണ് ഞാൻ കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. എനിക്ക് ഗോപിയുടെ വ്യക്തമായ മറുപടിയാണ് കിട്ടേണ്ടത്, ഗായത്രി ദേവി പറഞ്ഞു. അറിയാതെ ഗോപിനാഥിന്റെ കണ്ണുകൾ ഒന്നിടുങ്ങി. 2 മാസം മുമ്പ് നമ്മുടെ ഹോട്ടലിൽ വെച്ച് പ്രസീത നമ്പ്യാർ എന്നു പേരുള്ള ഒരു പെൺകുട്ടി മരിച്ചു. അവൾ മിട്ടുമോന്റെ ഗസ്റ്റായിരുന്നു, ശരിയല്ലേ? അതെ. അവളുടെ ബോഡി ബോട്ടിൽ ഉൾക്കടലിൽ കൊണ്ടുചെന്ന് കളയാനാണ് ഗോപി ഏർപ്പാടാക്കിയത് എന്നാണ് മിട്ടു എന്നോട് പറഞ്ഞത്. അയാൾ മിണ്ടിയില്ല. ഏത് കടപ്പുറത്തു നിന്നാണ് ബോട്ടിൽ കൊണ്ടുപോയത് നടുക്കടലിൽ കളയാൻ? ഗായത്രി ദേവി ചോദിച്ചു. തോട്ടപ്പള്ളിയിൽ നിന്നാണെന്ന ലോപ്പസ് പറഞ്ഞത്. വേറൊന്നും എനിക്കറിയില്ല, അയാൾ പറഞ്ഞു. ഗായത്രി ദേവി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. അന്ന് പുലർച്ചെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ധൻബാദ് എക്സ്പ്രസിൽ പ്രസീത നമ്പ്യാർ തിരിച്ചുപോയി. അവളിപ്പോൾ ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഗോപിനാഥ് അവരുടെ മുഖത്തേക്ക് തുറച്ചു നോക്കിയിരുന്നു. മിട്ടുമോനെ കൊലയാളിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചൊൽപ്പടിയിൽ നിർത്താൻ നടത്തിയ ഈ നാടകം ആരുടെ തലയിലാണ് രൂപം കൊണ്ടത്? അതിന് കൂട്ടുനിൽക്കാൻ ആ പെണ്ണിന് നീ എത്ര ലക്ഷം രൂപ കൊടുത്തു? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായി നീ ആരെയാണ് അന്ന് വേഷം കെട്ടിച്ചു നിർത്തിയത്? ഡോക്ടർ മനീഷ് പൈ. നല്ല ഭാവന. പിന്നെ അനുരാഗിന്റെ ഊഴമായിരുന്നു. എന്നിട്ട് പ്രസീതയുടെ കൂട്ടുകാരി എന്ന വ്യാജേന പൂജ എന്ന പെണ്ണിനെ അങ്കിൾ എന്റെ അടുത്തേക്ക് വിട്ടു. 10 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പ്രസീത മിസ്സിംഗ് ആണെന്ന് പോലീസിൽ പരാതി കൊടുക്കുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തി. ഗോപിനാഥിന്റെ നോട്ടം അവനിലായി. എന്നിട്ട് 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരു അക്കൗണ്ട് നമ്പറും തന്നു. തിരക്കിയപ്പോഴാണ് പൂജയുടെ അമ്മയുടെ പേര് സൗഭാഗ്യവതി എന്നാണെന്ന്. ജയന്തി ആന്റിയുടെ അമ്മയുടെ ചേച്ചിയുടെ മകൾ, അവൻ പറഞ്ഞു. അപ്പോൾ 10 ലക്ഷം സ്വന്തം ആളുകൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. മിടുക്കൻ. ഗായത്രി ദേവി വീണ്ടും അയാളെ പരിഹസിച്ചു. ഇനി എനിക്കാണ് ചോദിക്കാനുള്ളത്. ആദ്യമായി പല്ലവി സംസാരിച്ചു. ഗോപിനാഥ് കണ്ണുകൾ അവൾക്ക് നേരെ തിരിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നിങ്ങൾ നാട് നീളെ പോസ്റ്റർ ഒട്ടിച്ച് എന്നെ അപമാനിച്ചത്? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള ഒരു മകൾ നിങ്ങൾക്കുണ്ടാകുമായിരുന്നു. അയാൾ മിണ്ടിയില്ല. സബ് കളക്ടറും RK അസോസിയേറ്റ്സ് ഉടമയുടെ മരുമകളും തമ്മിലുള്ള അവിഹിത ബന്ധം അവസാനിപ്പിക്കുക. ഇവിടുത്തെ സ്റ്റാഫായ രഘുനന്ദനെയും വേറൊരാളെ ഉപയോഗിച്ച് നിങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കി. എന്നെ മാത്രമല്ല, സബ് കളക്ടറെയും. നിങ്ങൾക്ക് ആരുടെ ചോരയായിരുന്നു വേണ്ടത്? എന്റെയോ ആ മനുഷ്യന്റെയോ? അല്പനേരത്തെ നിശബ്ദത. ആരും ഒന്നും പറഞ്ഞില്ല. മുറിയിൽ AC-യുടെ നേർത്ത മൂളൽ മാത്രം. 3 പേർക്കും പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞോ? ഒടുവിൽ ഗോപിനാഥ് ചോദിച്ചു. എന്താ, ഇത്രയും പോരെ? ഗായത്രി ദേവി അയാളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ട്, അയാൾ പറഞ്ഞു. എന്ത് കാരണങ്ങൾ? അത് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്കിൾ അങ്ങനെ പറഞ്ഞൊഴിയുന്നത് ശരിയല്ല. പറഞ്ഞേ പറ്റൂ. ഞങ്ങൾക്കതറിയണം. അനുരാഗ് ശഠിച്ചു. പറഞ്ഞില്ലെങ്കിൽ? വാശി പോലെ ഗോപിനാഥ് ചോദിച്ചു. ചില കടുത്ത തീരുമാനങ്ങൾ എനിക്ക് എടുക്കേണ്ടി വരും, ഗായത്രി ദേവി പറഞ്ഞു. എന്ത് തീരുമാനവും എടുക്കാനുള്ള അവകാശവും അധികാരവും ദേവിയേട്ടത്തിക്കുണ്ട്. എന്റെ തീരുമാനം ഇതാണ്. ഇന്നു മുതൽ കമ്പനിക്ക് ഗോപിയുടെ സേവനം ആവശ്യമില്ല. ഇന്ന് തന്നെ സ്ഥാനമൊഴിഞ്ഞു പിരിഞ്ഞു പോകണം. എന്തായിരിക്കും അയാളുടെ പ്രതികരണം എന്നറിയാൻ ഗായത്രി ദേവിയും അനുരാഗും പല്ലവിയും ഉത്കണ്ഠയോടെ കാത്തു. അയാൾ അങ്ങനെയങ്ങ് പിരിഞ്ഞു പോവുകയില്ലെന്ന് അവർ ന്യായമായും ചിന്തിച്ചു. പ്രതിഷേധിക്കും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും. ദേവിയേട്ടത്തി പേടിക്കണ്ട, എനിക്ക് ഒരു എതിർപ്പുമില്ല. ഞാൻ പോയേക്കാം, ഇപ്പോൾ തന്നെ. ആരോട് യാത്ര പറയാൻ പോലും നിൽക്കുന്നില്ല. ജനറൽ മാനേജർ ഗോപിനാഥിനെ പിരിച്ചുവിട്ടു എന്ന് നമ്മുടെ സ്റ്റാഫിനെ അറിയിച്ചാൽ മാത്രം മതി. അത് കേട്ടതോടെ 3 പേരുടെയും മനസ്സിൽ നിന്ന് പെട്ടെന്ന് ആശങ്ക ഒഴിഞ്ഞുപോയി. കമ്പനിയിൽ നിന്ന് ആരെങ്കിലും പിരിച്ചുവിടുമ്പോൾ നഷ്ടപരിഹാരം കൊടുക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഗായത്രി ദേവിക്ക് ഓർമ്മ വന്നു. ഉണ്ട്. ഒടുവിൽ വാങ്ങിയ ശമ്പളത്തിന്റെ 6 ഇരട്ടിക്ക് തുല്യമായ തുക നമ്മൾ കോമ്പൻസേഷനായി കൊടുക്കാറുണ്ട്, അയാൾ പറഞ്ഞു. ഗോപിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന ഞാൻ തരുന്നു. 6 മാസത്തെയല്ല, അതിന്റെ ഇരട്ടി. അതായത് 12 മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക തരാൻ മദനഗോപാലിനോട് ഞാൻ പറഞ്ഞേക്കാം, ഗായത്രി ദേവി ഔദാര്യത്തോടെ പറഞ്ഞു. ഗോപിനാഥ് മെല്ലെ എഴുന്നേറ്റു. അയാളുടെ മേശയുടെ എതിരെയുള്ള ഭിത്തിയിൽ അനുരാഗിന്റെ അച്ഛൻ കൃഷ്ണദാസിന്റെ വലിയൊരു ഫോട്ടോ ചില്ലിട്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു.
അയാൾ ആ ചിത്രത്തിൽ നോക്കി ഒരു നിമിഷം നിന്നു. ആരോടും എനിക്ക് യാത്ര ചോദിക്കാനില്ല. എന്റെ അധ്വാനം കൊണ്ടുകൂടി വളർന്നു വലുതായ ഈ സ്ഥാപനത്തിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങി പോകുമ്പോൾ എന്റെ കൃഷ്ണദാസ് സാറിന്റെ ആത്മാവിനോട് മാത്രമേ എനിക്ക് യാത്ര ചോദിക്കാനുള്ളൂ. ചിത്രത്തെ നോക്കി ഒന്ന് തൊഴുതിട്ട് ആരോടും ഒന്നും പറയാതെ ഗോപിനാഥ് വാതിൽ തുറന്ന് മുറിയിൽ നിന്നിറങ്ങിപ്പോയി. ഗായത്രി ദേവിയും അനുരാഗും പല്ലവിയും വിശ്വാസം വരാതെ പരസ്പരം ഒന്ന് നോക്കി. കാര്യങ്ങൾ ഇത്ര എളുപ്പമായിരിക്കുമെന്ന് മൂന്നുപേരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അമ്മ, ആ കസേരയിലേക്ക് ഇരിക്കൂ, അനുരാഗ് പറഞ്ഞു. ഇല്ല മോനെ, അത് ജനറൽ മാനേജർക്കുള്ള കസേരയാണ്. അച്ഛൻ ഉപയോഗിച്ചിരുന്ന മുറിയുണ്ടല്ലോ, നാളെ വന്ന് ഞാൻ അവിടെ ഇരിക്കാം, ഗായത്രി ദേവി പറഞ്ഞു. അതാണമ്മേ ശരിയായ തീരുമാനം. പല്ലവി അവരെ പിന്തുണച്ചു. മദനഗോപാലൻ അങ്കിളിനോട് വിവരം പറയണ്ടേ, അനുരാഗ് ചോദിച്ചു. വേണം, അയാൾ ഒന്ന് വരാൻ പറ. ഓഫീസിന്റെ ചാർജ് അയാൾക്കാണല്ലോ, ഗായത്രി ദേവി പറഞ്ഞു. മൊബൈൽ എടുത്ത് മദനഗോപാലിനെ അനുരാഗ് വിളിച്ചു. ഉടൻ തന്നെ അയാൾ വന്നു. മദന, ഇന്നു മുതൽ നമ്മുടെ ഓഫീസിൽ പുതിയ ചില മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ഗായത്രി ദേവി അയാളോട് പറഞ്ഞു. മദനഗോപാൽ ഒന്നും മനസ്സിലാകാതെ നിന്നു. ഗോപിനാഥ് ഇനി ഇവിടുത്തെ ജനറൽ മാനേജർ ആയിരിക്കില്ല. അയാളെ ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. അതിന് തക്കതായ കാരണങ്ങളുമുണ്ട്. മാഡം, വിശ്വസിക്കാനാവാതെ അയാൾ ഗായത്രി ദേവിയെ മിഴിച്ചു നോക്കി. ജനറൽ മാനേജറുടെ ചുമതല തൽക്കാലം ഞാൻ മദനഗോപാലിനെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ മികവ് ഞാനൊന്ന് നോക്കട്ടെ. അതിനുശേഷം തീരുമാനിക്കും നിങ്ങൾ തന്നെ തുടരണോ അതോ വേറെ ആളിനെ വെക്കണോ എന്ന്. യെസ് മാഡം, നാളെ മുതൽ ഞാൻ ഓഫീസിൽ വരും. ദാസേട്ടൻ ഉപയോഗിച്ചിരുന്ന മുറിയായിരിക്കും ഞാനും ഉപയോഗിക്കുന്നത്. അവിടെ വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുക കേട്ടോ. യെസ് മാഡം. ഗായത്രി ദേവിയും അനുരാഗും പല്ലവിയും അപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങി. കാര്യങ്ങൾ ഇത്ര എളുപ്പമായിരിക്കുമെന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല, കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അനുരാഗ് പറഞ്ഞു. ഞാനും. അവൻ ഇത്തിരി ബലം പിടിക്കും എന്നായിരുന്നു എൻ്റെ വിശ്വാസം, ഗായത്രി ദേവി പറഞ്ഞു. പക്ഷേ കാര്യങ്ങൾ അത്ര സുഗമമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ. കാരണം നമുക്ക് മൂന്നുപേർക്കും കമ്പനിയുടെ നടത്തിപ്പിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. തന്നെയുമല്ല, ആ മദനഗോപാൽ അയാളുടെ വലങ്കൈ ആയിരുന്നില്ലേ. അതും ശരിയാണ്, ഗായത്രി ദേവി മെല്ലെ തലകുലുക്കി. എന്നാൽ സാരമില്ല, കമ്പനി ഇപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേർന്നില്ലേ. അത് നിസ്സാര കാര്യമല്ല, അനുരാഗ് പറഞ്ഞു. അതൊരു വലിയ വിജയം തന്നെയാണെന്ന കാര്യത്തിൽ അനുരാഗിനും പല്ലവിക്കും സംശയമുണ്ടായിരുന്നില്ല. തൃപ്തിയോടെയാണ് അവർ വീട്ടിലേക്ക് വന്ന് കയറിയത്. രാഹുലേട്ടനെ വിളിച്ച് കാര്യമൊന്ന് പറഞ്ഞേക്കാനോ, അവൾ പറഞ്ഞു. ശരിയാ, പുതിയ സംഭവ വികാസം രാഹുൽ അറിയണമല്ലോ. അവൻ അപ്പോൾ തന്നെ രാഹുലിനെ വിളിച്ചു. ലൈൻ ബിസി ആയിരുന്നത് കൊണ്ട് അപ്പോൾ അയാളെ കിട്ടിയില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ രാഹുൽ തിരികെ വിളിച്ചു. ഉണ്ടായ കാര്യങ്ങൾ അനുരാഗ് അയാളോട് പറഞ്ഞു. ഒരു എതിർപ്പുമില്ലാതെ അയാൾ ഇറങ്ങിപ്പോയെങ്കിൽ അത് സൂക്ഷിക്കണം. അയാൾ എന്തോ മുന്നിൽ കണ്ടിട്ടുണ്ട്, രാഹുൽ പറഞ്ഞു. എന്താണ്? അതെനിക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല. പക്ഷേ അയാൾ തന്ത്രശാലിയാണ്. എന്തോ കുരുക്ക് ഒപ്പിച്ചിട്ടാവണം അയാൾ പോയത്. പക്ഷേ പേടിക്കണ്ട, ഏത് കുരുക്കും വഴിക്കാൻ മാർഗങ്ങളുണ്ട്, രാഹുൽ ധൈര്യം കൊടുത്തു. താങ്ക്സ് രാഹുൽ. ലൗഡ് സ്പീക്കറിൽ അവരുടെ സംസാരം പല്ലവി കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അനു, അയാൾ ഒന്നും മിണ്ടാതെ കൈയും വീശി ഇറങ്ങിപ്പോകുന്നവനല്ല. പക്ഷേ നമുക്ക് കാത്തിരുന്ന് കാണാം, അവർ ആലോചനയോടെ ഇരുന്നു. ആലപ്പുഴ പട്ടണത്തിലെ തിരക്കുള്ള റോഡിലൂടെ കാർ വേഗം കുറച്ചാണ് ഓടിയത്. പിൻസീറ്റിൽ ഗോപിനാഥ് ചാരിക്കിടന്നു. ഒരു അംഗരക്ഷകൻ കാർ ഡ്രൈവ് ചെയ്തു. മറ്റേ അംഗരക്ഷകൻ മുൻസീറ്റിൽ ഡ്രൈവറുടെ അടുത്ത് ജാഗ്രതയോടെ ഇരുന്നു. ഒടുവിൽ കാർ ബീച്ച് റോഡിലേക്ക് കടന്നു. ഒരു വശത്ത് അലയടിക്കുന്ന കടൽ, മറുവശത്ത് കെട്ടിടങ്ങൾ. നടുവിലൂടെ നേർരേഖ പോലെ കറുത്ത റോഡ്. കടൽ തീരത്തെ പഞ്ചാര മണൽ വെയിൽ വീണ് തിളങ്ങുന്നുണ്ടായിരുന്നു. ഒടുവിൽ കാർ ഒരു കൂറ്റൻ ഗേറ്റിന് മുന്നിൽ ചെന്ന് നിന്നു. കാവൽക്കാരൻ ഓടി വന്ന് ഗേറ്റിന്റെ പാളികൾ തുറന്നു വെച്ചു. കാർ ഉള്ളിലേക്ക് കയറിപ്പോയി. ഗേറ്റ് വീണ്ടും അടഞ്ഞു. 1 ഏക്കർ പറമ്പിന്റെ നടുവിൽ 2 കോടിയിലേറെ രൂപ മുടക്കി നിർമ്മിച്ച മനോഹരമായ ഒരു ഇരുനില ബംഗ്ലാവായിരുന്നു അത്. പോർച്ചിൽ ചെന്ന് കാർ നിന്നു. കാറിൽ നിന്ന് ഗോപിനാഥ് ഇറങ്ങിയപ്പോൾ ഒരു പരിചാരിക വന്ന് കൊത്തുപണികളുള്ള വലിയ വാതിൽ തുറന്നു. അവളെ ശ്രദ്ധിക്കാതെ അയാൾ ചെന്ന് വിശാലമായ സ്വീകരണ മുറിയിലെ സെറ്റിയിലിരുന്നു. എന്നിട്ട് മൊബൈൽ എടുത്ത് ജയന്തിയെ വിളിച്ചു. എന്താ സർ? അവൾ ഉടൻ കോൾ എടുത്തു. ഞാൻ വണ്ടി അയക്കുകയാണ്, നീ അതിൽ വരണം, സുഭദ്രയിലേക്ക്, അയാൾ പറഞ്ഞു. അയാളുടെ അമ്മയുടെ പേരാണ് അയാൾ ബംഗ്ലാവിന് നൽകിയിരുന്നത്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ജയന്തിയെയും കൊണ്ട് കാർ വന്നു.
അപൂർവമായി മാത്രമേ അവളെ അയാൾ ബംഗ്ലാവിലേക്ക് വിളിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും വിശേഷമുണ്ടാകുമ്പോൾ മാത്രം. അവൾ വന്നപ്പോൾ അയാൾ സെറ്റിയിലിരിക്കുകയായിരുന്നു. നീ വാ, മുകളിലേക്ക് പോകാം. അയാൾ എഴുന്നേറ്റു. വീതിയുള്ള കോണിപ്പടികൾ കയറി അവളെയും കൊണ്ട് അയാൾ മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂമിലേക്ക് പോയി. കടലിനഭിമുഖമായിരുന്നു മനോഹരമായി ഫർണിഷ് ചെയ്ത ആ വലിയ കിടപ്പുമുറി. കിങ് സൈസ് ബെഡിന് പുറമെ സോഫയും കസേരകളും സൈഡ് ടേബിളുകളും ഉണ്ടായിരുന്നു. പോരാത്തതിന് ഭിത്തി അലമാരയ്ക്കുള്ളിൽ ഒരു മിനി ബാറും. ആ കർട്ടൻ നീക്കിയിട്. ബെഡ്റൂമിൽ ചെന്നപ്പോൾ ഗോപിനാഥ് പറഞ്ഞു. 8 പാളികളുള്ള ജനാലയുടെ നേർമയേറിയ കർട്ടൻ അവൾ 2 വശത്തേക്ക് നീക്കിയിട്ടു. എന്നിട്ട് ചില്ല് ജാലകത്തിന്റെ 2 പാളികൾ മാത്രം തുറന്നു. അകലെയല്ലാതെ നീലക്കടൽ. എനിക്കൊരു ഡ്രിങ്ക് വേണം, അയാൾ പറഞ്ഞു. ജയന്തി ചോദ്യഭാവത്തിൽ അയാളെ ഒന്ന് നോക്കി. വോഡ്ക മതി. പകൽ സമയത്ത് അയാൾക്ക് വോഡ്കയായിരുന്നു പതിവ്. അത് ഉറപ്പിക്കാനായിരുന്നു അവൾ നോക്കിയത്. സ്ഫടിക ഗ്ലാസിൽ അവൾ വോഡ്ക പകർന്ന് നാരങ്ങ നീര് ചേർത്ത് ഐസ് കട്ടകളും ഇട്ട് അയാൾക്ക് കൊണ്ടുചെന്ന് കൊടുത്തു. ഇനി നിനക്ക് ഒരെണ്ണം എടുക്ക്, ഒന്ന് ഉഷാറാകട്ടെ, അയാൾ പറഞ്ഞു. അതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. അവളുടെ ശരീരം പെട്ടെന്നൊന്ന് പൂത്തുലഞ്ഞു. ജയന്തി ചെന്ന് അളവ് കുറിച്ച് ഒരു വോഡ്ക തയ്യാറാക്കി അതും കൊണ്ട് അയാളുടെ അടുത്ത് ചെന്ന് ബെഡിലിരുന്നു. വലത് കൈയിലായിരുന്നു ഗ്ലാസ്. ഇടത് കൈകൊണ്ട് അയാൾ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്, ഗ്ലാസ്സിൽ നിന്ന് ഒരു കവിൾ കുടിച്ചിട്ട് ഗോപിനാഥ് പറഞ്ഞു. എന്താണ് ഇത്ര വലിയ സന്തോഷം, അവൾ ചോദിച്ചു. ആർക്കി അസോസിയേറ്റ്സിന്റെ ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് ഗായത്രി ദേവി എന്നെ ഇന്ന് പിരിച്ചുവിട്ടു. അയ്യോ, എന്തായി കേൾക്കുന്നത്? ഞെട്ടലോടെ അവൾ അയാളെ നോക്കി. അവളുടെ ഗ്ലാസ്സിൽ നിന്ന് ഒരു തുള്ളി വോഡ്ക തുളുമ്പി അവളുടെ സിൽക്ക് സാരിയിൽ വീഴുകയും ചെയ്തു. തള്ളയുടെയും മോന്റെയും വിചാരം അവർ എന്നെ തോൽപ്പിച്ചു എന്നാണ്. പക്ഷേ ഞാൻ ഒരുക്കിയ കെണിയിലേക്ക് പാവങ്ങൾ വന്ന് വീഴുകയായിരുന്നു എന്ന് അവർ അറിയാനിരിക്കുന്നതേയുള്ളൂ. അയാൾ പൊട്ടിച്ചിരിച്ചു. എന്നാലും കമ്പനിയിൽ ആരുമല്ലാതായി തീരുക എന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സുള്ള പദവിയായിരുന്നു, അധികാരവും. അവളുടെ വിഷമം മാറിയില്ല. ശമ്പളക്കാരനായി ജോലി ചെയ്ത് മടുത്തു ജയന്തി. എനിക്ക് എൻ്റെതായ ചില സ്വപ്നങ്ങളുണ്ട്. അത് നടപ്പിൽ വരുത്താൻ ആർക്കി അസോസിയേറ്റ്സിന്റെ ജനറൽ മാനേജർ ആയിരുന്നത് കൊണ്ട് പറ്റില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ ഇത് കുടിക്ക്, അയാൾ ഓർമ്മിപ്പിച്ചു. ജയന്തി ഒറ്റ വലിക്ക് ഗ്ലാസിന്റെ പകുതിയോളം കുടിച്ചു. എനിക്ക് ഈ ഭൂമിയിൽ നീയും നിന്റെ ജഗനും എന്റെ സാരംഗി മോളുമല്ലാതെ വേറെ ആരുമില്ല, അത് നിനക്കറിയാമല്ലോ. ഒരു ദിവസം ഞാൻ മറിഞ്ഞു വീണ് ചത്താൽ നീയും പറക്കമുറ്റാത്ത 2 മക്കളും. അയ്യോ, അങ്ങനൊന്നും പറയാതെ, ഭയത്തോടെ ജയന്തി അയാളുടെ വായ പൊത്തി. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെയും വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ ഒരു മുൻകരുതൽ എടുക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ നടത്തിയ ഒരു കളിയാണിത്. എന്ന് വെച്ചാൽ, നേരെ ചൊവ്വേ ചോദിച്ചാൽ അവർ എനിക്കൊന്നും തരില്ല. ഇപ്പോൾ തന്നെ എനിക്ക് തരുന്ന നഷ്ടപരിഹാരം എത്രയാണെന്നറിയാമോ? 12 ലക്ഷം രൂപ. ഈ രീതിയിൽ പിരിഞ്ഞു പോന്നത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ അവർ നല്ല ഒരു തുക തന്നേനെ. അത്ര പിശുക്കിയാണ് ഗായത്രി ദേവി എന്ന് എനിക്ക് തോന്നുന്നില്ല. 1 കോടി തരുമോ? ഇല്ല, അതിന്റെ പകുതി പോലും തരില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന കോടികൾ അവർ എനിക്ക് തരേണ്ടി വരും, അയാൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എങ്ങനെ? ഗായത്രി ദേവിയും മോനും എന്റെ കാൽ ചുവട്ടിൽ വരും, ഇന്നല്ലെങ്കിൽ നാളെ. നീ കണ്ടോ? ഞാൻ പറയുന്ന നിബന്ധനകൾ അവർക്ക് അംഗീകരിക്കേണ്ടി വരും. അത്ഭുതത്തോടെ അവൾ അയാളെ നോക്കിയിരുന്നു. ആർക്കി അസോസിയേറ്റ്സിനേക്കാൾ വലിയ ഒരു ബിസിനസ് ഗ്രൂപ്പ് ഉണ്ടാക്കണം എനിക്ക്. അതിൽ നീയും ഞാനും നമ്മുടെ മക്കളും മാത്രമായിരിക്കും ഉടമസ്ഥർ. ഗ്ലാസ്സിൽ ശേഷിച്ച വോഡ്ക ജയന്തി പെട്ടെന്ന് കുടിച്ചു തീർത്തു. അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കേട്ട വാർത്ത. അവർ തരുമോ അത്രയും പണം? അവൾ സംശയിച്ചു. ഒരു പൊട്ടിച്ചിരിയായിരുന്നു അയാളുടെ മറുപടി. ഒന്നുകൂടി ഒഴിക്ക്, ഗ്ലാസ് കാലിയാക്കിയിട്ട് അയാൾ പറഞ്ഞു. വേണ്ട, ഇപ്പോൾ ഇത്രയും മതി. അവൾ ഗ്ലാസ് വാങ്ങി മേശപ്പുറത്ത് കൊണ്ടുചെന്ന് വെച്ചിട്ട് വാതിൽ ബോൾട്ടിട്ട് സുരക്ഷിതമാക്കി. കിടക്ക്, അയാളുടെ അടുത്തേക്ക് ചെന്ന് അവൾ ആവശ്യപ്പെട്ടു. ഗോപിനാഥ് മെത്തയിൽ മലർന്നു കിടന്നു. ജയന്തി അയാളുടെ അടുത്ത് ചെന്ന് കിടന്ന് ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. അന്ന് പ്രഭാതത്തിൽ ഗായത്രി ദേവി പതിവിലെ നേരത്തെ ഉണർന്നു. കിടന്നിട്ട് ഉറക്കം വരാഞ്ഞിട്ട് അനുരാഗും പല്ലവിയും അതിനു മുൻപേ എഴുന്നേറ്റിരുന്നു. രാവിലെ അമ്പലത്തിൽ പോണം, അത് കഴിഞ്ഞു മതി ഓഫീസിലേക്ക്, ഗായത്രി ദേവി പറഞ്ഞു. അതെ, ഈശ്വരാനുഗ്രഹം വേണം. എല്ലാം 1 മുതൽ തുടങ്ങാൻ പോവുകയല്ലേ. ഗണപതി അമ്പലത്തിൽ പോയി തേങ്ങയുടയ്ക്കണം, വിഘ്നങ്ങളൊന്നും ഉണ്ടാവരുതല്ലോ. സന്തോഷവും അതോടൊപ്പം ആശങ്കയും ഉണ്ടായിരുന്നു 3 പേർക്കും. പക്ഷേ എന്തു വന്നാലും നേരിടാമെന്നുള്ള ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു.
മൂന്നുപേരും കുളിച്ചു. 3 അമ്പലങ്ങളിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി. വീട്ടിലെ പൂജാമുറിയിലാണ് കൃഷ്ണദാസിന്റെ ചിത്രമുണ്ടായിരുന്നത്. 3പേരും ആ ചിത്രത്തിന്റെ മുൻപിൽ തൊഴുകൈകളോടെ നിന്നു. ദാസേട്ടന്റെ കസേരയിൽ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഇരിക്കാൻ പോവുകയാണ്. വേറൊരു ലോകത്തിരുന്നു കൊണ്ട് എല്ലാം കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നെ അനുഗ്രഹിക്കണം, നമ്മുടെ മക്കളെയും. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഗായത്രി ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. 3പേർക്കും സുമിത്ര പ്രാതൽ കൊടുത്തു. ഇന്ന് 1-ാം തീയതിയല്ലേ? അതും ഒരു നല്ല നിമിത്തമാണെന്ന് തോന്നുന്നു. ഒരു പുതിയ തുടക്കത്തിന് ഏറ്റവും യോജിച്ച ദിവസം. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലവി പറഞ്ഞു, അമ്മ രാഹുകാലം നോക്കിയോ? പെട്ടെന്ന് അനുരാഗിന് ഓർമ്മ വന്നു. 7:30 മുതൽ 9 വരെയാണ് ഗായത്രി ദേവി പറഞ്ഞു. ഇപ്പൊ തന്നെ 9 ആയല്ലോ. അരമണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി. മോളും ഞാനും കൂടി ആദ്യം പോകാം. മോൻ എന്റെ കാറിൽ പിന്നെ വന്നാൽ മതി. 3പേർ ഒന്നിച്ചു പോകുന്നത് ശുഭമല്ല, ഗായത്രി ദേവി പറഞ്ഞു. ആദ്യം പോയത് ഗായത്രി ദേവിയും പല്ലവിയും കൂടിയായിരുന്നു. അവർ ചെന്നപ്പോൾ സ്വീകരിക്കാൻ പൂച്ചെണ്ടുമായി മദനഗോപാലും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മദനഗോപാലിനെ ഒഴിച്ച് ഗായത്രി ദേവിക്ക് മറ്റാരെയും പരിചയമുണ്ടായിരുന്നില്ല. എല്ലാവരോടും സൗഹൃദഭാവത്തിൽ ചിരിച്ച് അവർ കൃഷ്ണദാസിന്റെ മുറിയിലേക്ക് പോയി. മദനഗോപാൽ മാത്രം ഒപ്പം ചെന്നു. ആ മുറി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മേശപ്പുറത്ത് ഫ്ലവർ വേസിൽ പുതിയ പൂക്കൾ വരെ. മനസ്സിൽ ദൈവത്തെയും കൃഷ്ണദാസിനെയും ധ്യാനിച്ച് ഗായത്രി ദേവി ആ കസേരയിലിരുന്നു. അപ്പോഴേക്ക് അനുരാഗം വന്നു. ഇന്ന് 1-ാം തീയതിയല്ലേ മാഡം? സ്റ്റാഫിന് ശമ്പളം കൊടുക്കേണ്ട ദിവസമാണ്, മദനഗോപാൽ പറഞ്ഞു. എത്ര വരും എമൗണ്ട്? ഗായത്രി ദേവി ചോദിച്ചു. 98 ലക്ഷത്തിനടുത്ത് വരും. ചെക്കായിട്ടാണോ കൊടുക്കുന്നത് അതോ ക്യാഷ് ആയിട്ടോ? എല്ലാവരുടെയും അക്കൗണ്ട് നമ്പറിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യും. അവർ അത് ATM കാർഡ് ഉപയോഗിച്ച് ആവശ്യത്തിന് എടുത്തുകൊള്ളും. നല്ല കാര്യം. അപ്പോൾ കാര്യങ്ങൾക്ക് ഒരു മുടക്കവും വരുത്തണ്ട. എല്ലാം പതിവ് പോലെ നടക്കട്ടെ, ഗായത്രി ദേവി പറഞ്ഞു. 98 ലക്ഷത്തിന്റെ ചെക്ക് എഴുതി ബാങ്കിൽ കൊടുത്താലേ അവർ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് അവരുടെ സാലറി ട്രാൻസ്ഫർ ചെയ്യൂ. എങ്കിൽ ചെക്ക് കൊണ്ടുവരൂ, ഒപ്പിട്ട് തരാം. ബാങ്ക് അക്കൗണ്ട് ഗോപിനാഥ് സാറിന്റെ പേരിലാണ്. ചെക്കിൽ സാർ ഒപ്പിട്ടാലേ തുക പിൻവലിക്കാൻ പറ്റൂ. അടിയേറ്റതുപോലെ ഗായത്രി ദേവി ഇരുന്നു. അനുരാഗും പല്ലവിയും പരസ്പരം പകച്ചു നോക്കി. ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ ബാങ്കിൽ? അല്ല, 10ഓളം ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട്. എല്ലാം ഗോപിനാഥ് സാറിന്റെ പേരിലാണ്. സാർ ഒപ്പിടാതെ ഒരു ചെക്കും പാസ്സാവുകയില്ല, മദനഗോപാൽ പറഞ്ഞു. തളർച്ചയോടെ ഗായത്രി ദേവി കസേരയിലേക്ക് ചാരിയിരുന്നു. ഭൂമി കീഴ്മേൽ മറിയുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. അടുത്ത ഭാഗം നാളെ.